കേസ് ഞാനിത് ജമ്മുവിലൂടെ നടക്കുക കേട്ടോ. ഞാൻ ഈ മറ്റേ കൊട്ടാരം കണ്ടു. കൊട്ടാരം കണ്ടിട്ട് ഈ പറയുന്ന പോലെ ബസ് കിട്ടാൻ വേണ്ടി നടക്കുക കേട്ടോ. ബസ്സൊക്കെ ഇവിടുത്തെ വെറൈറ്റി സാധനം ഞാൻ പറഞ്ഞില്ലേ, ഇതേ പോണ കണ്ടോ കേട്ടോ. എന്താണെന്നറിയില്ല, ഈ ഓട്ടോ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നു. ഫ്രണ്ടിൽ ആ ചെറിയ ഓട്ടോ കണ്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ വലിയൊരു പുഴയാട്ടോ, ജമ്മു താവി എന്ന് പറയും അതിനെ. ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണേ. ഇന്ന് സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുലർച്ചെ ഒരു 5 മണിക്കൊക്കെ എണീറ്റിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ പത്താനിത്തക്ക് അങ്ങനെ കണ്ട് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് മഞ്ഞ് വീഴുന്ന നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ പുലർച്ചെ എനിക്ക് വണ്ടി കിട്ടിയില്ല അവിടുന്ന്, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നാളെ പോകാനേ പറ്റുള്ളൂ. എനിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 3-4 മണിക്കൂർ അങ്ങോട്ട് യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് നാളെ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നാളെ പോവുള്ളൂ. ഇപ്പം ഞാൻ ഇന്നലെ കാണിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഇന്നലെ കണ്ട സ്ഥലം തന്നെയാണ്. നേരെ കണ്ട ഒരു സ്കൂൾ കണ്ട. ഇന്നിപ്പോൾ സാറ്റർഡേ ആയിട്ടും ഇന്ന് അവിടെ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇന്ന് ഈ സെക്കൻഡ് ഡേയിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഈ ഏരിയയിൽ ജമ്മു കുറച്ച് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം എനിക്ക് കാശ്മീർ പോകാൻ ആഗ്രഹം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ തന്നെ നല്ല സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. ഒരു പ്ലാനിങ് ഇല്ലാതെ വന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ ദൂരെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങണം. പക്ഷേ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് എനിക്കതിൽ വിഷമമൊന്നുമില്ല, സന്തോഷമുള്ളൂ. ഇപ്പോൾ ഒരു ട്രാവലറിനെ സംബന്ധിച്ച് എന്താ പറയുക, നമ്മളൊരു പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കുണ്ടായൊരു പോസിറ്റീവ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പോണതും കാണുന്നതും എല്ലാം ആസ്വദിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ കാണുന്നതെല്ലാം അങ്ങോട്ട് ആസ്വദിച്ച് പോവുകയാണ്. അത് തന്നെ വലിയൊരു പോസിറ്റീവാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന സ്പോട്ടിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ പ്ലാൻ ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താണോ നമ്മൾ എവിടെ എത്തുന്നോ അത് നമ്മൾ ആസ്വദിക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നല്ല അടിപൊളി സ്ഥലമാട്ടോ ഇതൊക്കെ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10 മണി കഴിഞ്ഞു, 10:45 ആയിട്ടാ. എന്നാലും നമുക്ക് അത്ര ചൂടൊന്നുമില്ല, എന്നാലും നൈസ് സ്ഥലമാണ്. ഞാൻ കേരള, നീ എന്നെ ഹിന്ദി പഠിപ്പിക്കുക. പറയും ഹലോ സുഖമാണോ, ഹിന്ദി बोलो. बोलो बड़ा बोलो, हिंदी बोलो. आप कैसे? നിന്റെ ചേട്ടന്റെ പേര് എന്താണ്? ഹിന്ദി बोलो. भाई का नाम क्या है? मेरा. आपका भाई का नाम क्या है? भाई का नाम नहीं, आपका नाम है. आपका नाम क्या है? ചേട്ടൻ എന്ത് ചെയ്യുന്നു? भैया क्या कर रहे हैं? അവന് ഹിന്ദി പഠിപ്പിക്കാൻ അവന് സെറ്റല്ല കേട്ടോ, അവന് പറ്റുന്നില്ല അവന് പഠിപ്പിക്കാനായിട്ട്. കുമാര മെമ്പറോ തോംസൺ. ഇവിടെ കാശ്മീർ, ഇവിടെ ജമ്മുവിൽ ക്രിസ്ത്യാനികൾ ഈ പറഞ്ഞ പോലെ കുറവാണ്. അപ്പോൾ നമ്മളങ്ങനെ കണ്ടുമുട്ടിയതാണ്. അവൻ്റെ പേര് തോംസൺ എന്നാണ്. അടിപൊളി പയ്യനാണ്. ഇവരൊക്കെ നല്ല സ്മാർട്ടാണ്. അപ്പോൾ ഞാനിവിടെ ജമ്മുവിലെത്തിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയട്ടെ അവരോട്. ബോലോ ഹിന്ദി. ഈ ചേട്ടൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബോലോ ഹിന്ദി, തും ഹിന്ദി बोलो, ഹിന്ദി बोलो. ഏയ് അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ. ഹിന്ദിയിൽ പറഞ്ഞാൽ ഹിന്ദി बोलो, സബ്സ്ക്രൈബ് करो. हाँ भैया का चैनल और सब्सक्राइब बोलो बोलो बोलोടാ. ചിരിക്കുക, അവന് പറ്റില്ല. ഗൈസ്, ഞാൻ ഇവിടെ ജമ്മുവിലൊരു പള്ളിയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു പള്ളിയാണ് ഈ കാണുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഇത് കാണുന്ന ഇവിടുത്തെ ഒരു പള്ളിയാണ്. എനിക്ക് ചെറിയ പള്ളിയാണ്, നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒരു പള്ളിയല്ല, ചെറിയൊരു പള്ളിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. കണ്ട വഴിയൊക്കെ കണ്ട, ഒരു നൈസ് വഴി, ചെറിയ വഴിയാണ്. അപ്പോൾ ഞാൻ ആ പുള്ളിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയൊക്കെ ഉണ്ട്, നൈസാണെന്നൊക്കെ. പുള്ളിക്ക് നാണായി നമ്മൾ വീഡിയോ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ കേട്ടോ. നല്ല സ്ഥലമാണ് ഇതൊക്കെ. നല്ല എന്താ പറയുക,
ഒരു വെറൈറ്റി സ്ഥലമാണ്. ഫുൾ അടുത്തടുത്ത് വീടുകൾ. ഞാൻ പണ്ട് മറ്റേ കൽപ്പാത്തി അഗ്രഹാരത്തിൻ്റെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേപോലെ ഇതല്ല, ഇത് അതിനേക്കാളും അടുത്തടുത്തോട്ടാ വീടുകളൊക്കെ. എന്താ പറയുക, എല്ലാ ആൾക്കാരും മറ്റേത് കൽപ്പാത്തിയിലൊക്കെ പോയപ്പോൾ അവിടെ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടായിരുന്നു. സോറി കൽപ്പാത്തി പോയപ്പോൾ എല്ലാ ടൈപ്പ് ആൾക്കാരല്ല, അവിടെ ഹിന്ദുസ് ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. ഹിന്ദുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാ ടൈപ്പ് ആൾക്കാരും കൂടി ഉള്ള ഒരു സ്ഥലമാണ്. ഗൈസ് നമ്മൾ ജമ്മുവിൽ ഒരു പാലസ് കാണാൻ പോവാണ്. പാലസോ അങ്ങനെ എന്ത് സംഭവിക്കുക, ഇവിടെ കുരങ്ങനെ കടത്തിയിട്ടുണ്ടോ നോക്കി തലയുടെ മേളിൽ. അപ്പോൾ ഇവിടെ എൻ്റെ ചുറ്റും മറ്റേ പോലീസുണ്ട്. അല്ലേ ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ സ്ഥലത്തിൻ്റെ പേര് भैया इतराओ मेरे को समझा नहीं. ये प्लेस का नाम क्या है? प्लेस का नाम पैलेस. പാലസ്. പാലസാണ്, കൊട്ടാരാണ്. ഓ രാജമഹൽ. ആ ഓക്കെ ഓക്കെ, രാജാവിൻ്റെ കൊട്ടാരമാണ്. ഓ കോൻ കിങ് കാ നാം, പേര് അവനറിയില്ല. ആ രാജ്ഭവൻ റോയൽ റിട്രീറ്റ് എന്നൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ എഴുതിയിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട രാജ്ഭവൻ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നോക്കി. ഇത് വലിയ എന്താ പറയുക, ഞാൻ ഇതിന് മുന്നേ മറ്റേ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതേപോലെ ഇല്ല കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയുക, വലിയൊരു സ്ഥലമാണ്. ഇതിനകത്ത് നമുക്ക് ഉള്ളിൽ കൂടെ നടക്കാനൊക്കെ ആയിട്ട് കുറേ മരത്തൈകളൊക്കെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നൈസ് സ്ഥലം കേട്ടോ. ജമ്മുവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കേട്ടോ ഇത്. രാജ്മഹൽ എന്ന് പറയും ഇതിനെ. നല്ല അടിപൊളി സ്ഥലമാണ് കാണാനൊക്കെ ആയിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നട്ടുച്ചയ്ക്ക് ആയതുകൊണ്ടാണ് എന്താ പറയുക, ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വെച്ചാൽ നല്ല ചൂടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല നിങ്ങൾ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂട്ടോ. പിന്നെ ഇവിടെ ചുറ്റും ഇരിക്കാനൊക്കെ പറ്റും. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പ്ലീസ് പട്ടാളക്കാരൊക്കെ ഇപ്പം ഇത്ര എൻ്റെയൊക്കെ ഇത്ര അടുത്തേക്ക് കൂടെ പോകാമെന്നൊക്കെ തൂക്കം പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ആരൊക്കെ അപൂർവമായിട്ടാണ് കാണുന്നത്. മൊത്തം ചെക്കിങ് കേട്ടോ. അമർമഹൽ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. നല്ല മനോഹരമായൊരു ദൃശ്യമാണ്. ജമ്മുവിൽ വരുന്ന ആൾക്കാരൊക്കെ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണിത്. എന്താ പറയുക, ഇതിൻ്റെ അകത്ത് വന്ന് കാണണം, കയറണം. ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് മാതാ വൈഷ്ണോദേവി ടെമ്പിൾ വരുന്നത്. അപ്പോൾ മാതാ വൈഷ്ണോദേവി ടെമ്പിൾ ദർശിക്കാൻ വരുന്നവർ നൈസായിട്ട് അവർക്ക് ഇവിടെ വന്ന് കാണാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി അലൗഡല്ല, ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വീഡിയോഗ്രാഫി അലൗഡല്ല. പിന്നെ ഇതിൻ്റെ ചുറ്റും 24 മണിക്കൂറും പട്ടാളക്കാരുണ്ടാവും. അവർ മറ്റേ വലിയ ഗണ്ണൊക്കെ പിടിച്ച് ഇവിടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതൊക്കെ ഇവിടെ വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ജമ്മു കാശ്മീരൊക്കെ തന്നെ ഉള്ളത്. അല്ലാതെ കേരളത്തിലൊന്നും ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പട്ടാളക്കാർ നടക്കുന്നൊന്നും കാണാനില്ല. പിന്നെ മറ്റേ ഈ ആർമി വാഹനത്തിലൊക്കെ അവർ മറ്റേ തോക്ക് ഇങ്ങനെ പൊക്കി പിടിച്ച് തലയിട്ടിട്ട് പോകുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ തന്നെ കാണാൻ പറ്റുള്ളൂ. നൈസ് വ്യൂ ആണ്. അതൊരിത് കാണേണ്ട ഒരു സംഭവമാണ്. ഒരുപാട് ഇതിൻ്റെ അകത്ത് കാണാനുണ്ട്. ഒരു നൂറ്റാണ്ടിൻ്റെ കഥ പറയുന്ന ഒരു സംഭവമാണ്. അത് ജമ്മുവിൻ്റെ ഫൗണ്ടറാണ് ഇതിൻ്റെ ഈ രാജാവിൻ്റെയാണ് ഇതിൽ കാണാനുള്ള കൂടുതലും മനോഹരമായ ദൃശ്യങ്ങളാണ്. നിങ്ങൾ കാണണം, മസ്റ്റായിട്ട് കാണണം. ഇവരിവിടെ മറ്റേ ഈ കുരങ്ങൻ കണ്ടോ, കുരങ്ങനെ ഒരു കുരങ്ങൻ ഒരു ദൈവമാണല്ലോ. അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് കുരങ്ങന് കഴിക്കാനുള്ള ഫുഡൊക്കെ വെച്ച് കൊടുക്കും. കുരങ്ങന് ഇവിടെ ഒന്ന് കഴിക്കും കേട്ടോ. സൗണ്ട് കുറച്ച് സംസാരിക്കുന്ന അപ്പുറത്ത് പട്ടാളക്കാരുണ്ട്, പേടിച്ചിട്ടാണ്. ഗൈസ് ഞാനിത് ജമ്മുവിലൂടെ നടക്കുക കേട്ടോ. ഞാൻ ഈ മറ്റേ കൊട്ടാരം കണ്ടിട്ട് ഈ പറയുന്ന പോലെ ബസ് കിട്ടാൻ വേണ്ടി നടക്കുക കേട്ടോ. ബസ്സൊക്കെ ഇവിടുത്തെ വെറൈറ്റി സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതേ പോണ കണ്ടോ കേട്ടോ. ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ചൊരു ബസ് പോയാണ്ടായിരുന്നു. ഇപ്പോൾ വെറൈറ്റി ബസ്സുകളാണ്, ചെറിയ ബസ്സുകളാണ്. അപ്പോൾ നമ്മളെന്തായാലും
വന്നതല്ലേ, അപ്പോൾ ഒന്ന് നടക്കാമെന്ന് വെച്ച് എന്തായാലും ബസ് കിട്ടാനായിട്ട് കുറേ നേരം കാത്തു നിന്ന് കിട്ടിയില്ല. പിന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ വലിയ എന്താ പറയുക വലിയ വീടുകളാണ്, വലിയ മതിലൊക്കെ ആയിട്ട് വലിയ വലിയ വീടുകളാണ്. പിന്നെ അപ്പുറ സൈഡ് കാണുന്നത് അത് പഴയ ഇവിടുത്തെ മൃഗശാലയായിരുന്നു. പണ്ട് കാലത്തെ രാജാക്കന്മാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഒരു മൃഗശാലയായിരുന്നു അപ്പുറ സൈഡിൽ. അതിപ്പോൾ ഒത്തിരി പഴയതായപ്പോൾ അവർ മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി പണിതു കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ആ മൃഗശാലയും കൂടി നമുക്ക് കാണാമായിരുന്നു. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ പഴയ ടൈപ്പ് ബിൽഡിങ്ങുകളാണ്. ഇത് കണ്ടോ, ഒക്കെ ഒരു പഴയ മോഡൽ ബിൽഡിങ്ങുകളാണ്, പണ്ട് കാലത്ത് പണിതിട്ടാന്ന് തോന്നുന്നു. ഇതാ പോണത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കണ്ടോ, ഗവൺമെൻറ് ബസ്സാണ്. ഗവൺമെൻറ് ബസ് മാത്രമേ ഉള്ളൂ AC അല്ലെങ്കിൽ എന്താ പറയുക കൂടുതൽ വലിപ്പമുള്ളത്. ബാക്കി പ്രൈവറ്റൊക്കെ പ്രൈവറ്റ് ബസ്സൊക്കെ കൂടുതലും ചെറിയ ബസ്സുകളായിരിക്കും കേട്ടോ. ഗൈസ്, ജമ്മുവിലൊരു ബഗ്ഗി ബാഹു എന്നും പറഞ്ഞിട്ട് ഒരു പാർക്കുണ്ട്. അപ്പോൾ ഞാൻ അത് കാണാനായിട്ട് പോവാട്ടോ. അടിപൊളി പാർക്കാന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളവരൊക്കെ അടിപൊളിയാണെന്നും പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞു വിടുന്നതാണ്. അപ്പം നൈസായിട്ടൊന്ന് നമുക്ക് പോയി കണ്ടു നോക്കാം കേട്ടോ. നമ്മളങ്ങനെ ബഗ്ഗി ബാഹു എന്ന് പറഞ്ഞിട്ടുള്ള ജമ്മുവിലെ പറ്റി ടോപ്പ് നൈ ചലേഗാ? നൈ 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 कल मॉर्निंग में कल मॉर्निंग और कल वैष्णो देवी क्षेत्र. എനിക്ക് കുറച്ച് ദിവസമൊക്കെ ഹിന്ദി അറിയുള്ളൂ, കാര്യമായിട്ട് അറിയില്ല, എന്നാലും ഞാൻ പിടിച്ചു. संडा सर वो जैसे पत्नीटॉप में पहुंचेंगे ना, हाँ उसके लेफ्ट साइड है. अच्छा ये वो समझो कि സ്വിറ്റ്സർലാൻഡ്, മിനി സ്വിറ്റ്സർലാൻഡ്. ആ അയ്യോ, ഒന്നും മനസ്സിലായില്ല. പൈസ ജാസ്തി. സണ്ടാ സാർ. ആ ഓക്കെ ഓക്കെ, സംച്ച എന്തോ പറഞ്ഞു മനസ്സിലായില്ല. എന്തായാലും ഇവിടെയൊക്കെ ഒരു മാസം നിൽക്കുകയാണ്, ഹിന്ദി പഠിച്ച് സെറ്റാവും കേട്ടോ. ഭായിജി मेरे को हिंदी थोड़ा थोड़ा मालूम है, ഇറ്റ്സ് ഓക്കെ. അപ്പം നമ്മളങ്ങനെ ബഗ്ഗി ബാഹു അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ജമ്മുവിലെ നൈറ്റ് എന്താ പറയുക കാഴ്ചകളൊന്ന് കാണാട്ടോ. ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഓട്ടോ ഈ ടൈപ്പ് ഓട്ടോ അല്ല, ഇവരുടെ തന്നെ ഒരു വെറൈറ്റി സാധനമുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇവരുടെ വണ്ടിയിൽ കയറാമെന്ന് വെച്ച് അങ്ങനെ ആളുടെ വണ്ടിയിൽ കയറിയതാണ്. ആൾ ചാക്കിട്ട് പിടിച്ചോട്ടോ ഞങ്ങളെ, അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് കയറിയതൊന്നുമല്ല. പിന്നെ നൈറ്റാണ്, പിന്നെ ബസ് എവിടെ വരും എവിടെ പോകും എങ്ങനെ പോകും ഒന്നുള്ളൊരു പിടുത്തമില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയാലും ഞങ്ങൾ നിന്ന സ്ഥലത്ത് ബസ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓട്ടോയിൽ കയറിയതാണ്. സബ്ജി आपका नाम क्या है? मेरा नाम है कुलदीप शर्मा. कुलदीप शर्मा? हाँ, वैसे मेरे को पंडित जी बोल रहे हैं. ओ इंडियन क्रिकेटर कुलदीप? हाँ, KULDWP. हाँ KUDW. എന്തൊക്കെയാണോ. എന്തായാലും ജമ്മുവിലൊക്കെ നൈറ്റ് ലൈഫൊക്കെ കാണാൻ നൈസാണേ. നിങ്ങളൊക്കെ ജമ്മുവിലൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്ന് ശ്രീനഗർ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ എന്തിട്ടാ പറയുക ഈ ഐസുമല കണ്ടിട്ടോ അങ്ങനെ പോകരുത്. നിങ്ങൾ ജമ്മു ഒക്കെ ആസ്വദിക്കണം. 2 ദിവസമൊക്കെ ഇവിടെ തങ്ങണം. ഇവിടെ ലോക്കലായിട്ട് തങ്ങാനൊക്കെ ആയിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ തങ്ങണം. ചെറിയ പിള്ളേരൊക്കെ ഇവിടെ അധ്വാനിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കിള്ളി പോകട്ടോ. ഇവരൊക്കെ ഭയങ്കര അധ്വാനമാണ് അവരൊക്കെ. അങ്ങനെ ഒരുപാട് നാളത്തെ കൊതിച്ച ആഗ്രഹമായിരുന്നു ജമ്മുവിൽ വരണം എന്നുള്ളത്. ഒരുപാട് കൊതിച്ചൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ജമ്മുവിൽ വന്നു, അങ്ങനെ ജമ്മു കണ്ടുകൊണ്ടിരിക്കുന്നു. സബ്ജി ഇധർ ടൂറിസ്റ്റ് പ്ലേസ് अच्छा टूरिस्ट प्लेस किधर प्लेसेस किधर ये अच्छा देखने के लिए वो जहाँ जा रहे हैं ना, हाँ वो बहुत अच्छी जगह. किधर? बागेबहू. ആള് പറഞ്ഞത് അത് അടിപൊളി സ്ഥലമെന്നാണ് പറയുന്നത്. ഇവർ കുറേ പേര് തള്ളിയായിരുന്നു അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ആ അടിപൊളി സ്ഥലം ഒന്ന് കണ്ടു നോക്കാം. टू पत्नीटॉप the bus stay night stay इधर morning go. यहाँ से बस निकलेगा सुबह. कितना टाइम मॉर्निंग? 4 o'clock से रनिंग 8 o'clock तक रनिंग रहेगा. यहाँ तक ये है यहाँ रहेगी गाड़ी रहेगी. पूरा टाइम बस इधर आएगा? मॉर्निंग
वो आपको सीट बाई पे ले जाएगा ना, हाँ कम पैसों से ले जाएगा। अगर 4 व्हीलर रहोगे छोटा गाड़ी में लाइट व्हीकल, ये आपको महंगा पड़ेगा। ओके ओके ठीक है, ये लेगी ना 4 व्हीकल, हाँ 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 ये आपको महंगा पड़ेगा। ये लेगा 4 व्हीकल। टैक्सी कितना रुपया टैक्सी अप डाउन के लिए चाहिए, वो खाली आने जाने के लिए चाहिए ना, हाँ अप डाउन के लिए। हाँ अप डाउन अप डाउन अप डाउन हाँ, रिटर्न में भी, और साथ में सनासर भी। साथ में इंग्लिश का क्या बोला और सनासर बोला ना आपको साइड में, हाँ वो इंग्लिश क्या बोला सनासर ही बोलते हैं इसको। ओके पता क्या, उधर जाके आप बोलोगे सनासर जाना, बोला नहीं, सनासर की बात नहीं। अप एंड डाउन 4500 हाँ, आप उसको पहले ही बोला ना, अपन हाँ। सुबह जाके शाम को वापस आना है, रिटर्न में आना है। अरे चलो मैं यस अभी क्लियर कर देता हूँ आपको। हाँ मालूम समझा 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 നൈറ്റ് ഒരു കാഴ്ചയാട്ടെ ഈ കാണുന്നത് ജമ്മുവിലെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നോ എന്നൊരു ഡൗട്ട്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ് പറയുക, ആ അവിടെ പള്ളിയുണ്ട്. ഇവരുടെ ഈ ഒരു നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസമൊക്കെ നിൽക്കാൻ തോന്നുന്നുണ്ട്. അത്ര രസമാണ് ഇവിടെ കാണാനൊക്കെ ആയിട്ട്. ഓരോ കാഴ്ചകളും അവരുടെ വണ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ആ ഇവിടെ ഒരു പള്ളിയൊക്കെ കണ്ടു കേട്ടോ. 2ാമത്തെ പള്ളി നമ്മൾ കാണുന്നത്. എന്താണെന്നറിയില്ല, ഈ ഓട്ടോ കാണുമ്പോൾ എപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നു. ഫ്രണ്ടിൽ ആ ചെറിയ ഓട്ടോ കണ്ടോ. ഇതൊക്കെ മറ്റേ ഹിന്ദി പടങ്ങളിലൊക്കെ കണ്ടപ്പോൾ ഞാനൊന്നും വിചാരിച്ചില്ല ഈ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന്. ശരിക്കും ഇപ്പോഴും ഇത് കുറേ ആൾക്കാർ ഓടിച്ചു നടക്കുന്നുണ്ടല്ലോ ഈ ഓട്ടോയൊക്കെ. ഇവിടെ മൊത്തം ആ വണ്ടിയാണ്. നമ്മളും ആ വണ്ടിയെ പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയത് ഇപ്പോൾ കഷ്ടകാലത്തിന് ഈ വണ്ടിയായിരുന്നു. അവർ നല്ല കമ്പനിയാണ് ആ ടീംസൊക്കെ. ഇഷ്ടംപോലെ വീടുകൾ. അമ്പു പൊളിയാട്ടോ. ക്യാ പ്ലേസ് ये है किला है, ये किला है, ये मंदिर है, इसमें मंदिर है. क्या मंदिर? काली का मंदिर है। वैष्णो देवी नहीं? वैष्णो देवी है, वो तो यहाँ से 45 किलोमीटर दूर है। നമ്മളിപ്പോൾ കാണുന്നത് ഒരു അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വീടുകളാട്ടെ കാണുന്നത്. ഇഷ്ടംപോലെ വീടുകളാണ്.